ഈ പടം ഞാൻ കാണുന്നത് തിയേറ്ററിലാണ്. തിയേറ്ററിൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ അത് പോസ് ചെയ്യാനോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനോ ഓപ്ഷൻ ഇല്ല. മുഴുവനായിട്ട് കാണുക എന്നതേ നമുക്ക് പറ്റൂ. ഈ സിനിമ ഞാൻ അഥവാ ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിലാണ് കാണുന്നതെങ്കിൽ മിക്കവാറും ഒരു 10-20 മിനിറ്റ് പരമാവധി കണ്ടിട്ട് നിർത്തും. മറ്റൊന്നും കൊണ്ടല്ല, കേട്ടുമടുത്ത ക്യാരക്ടറൈസേഷൻ കോമഡിയൊക്കെയാണ് തുടക്കഭാഗത്ത് പല സ്ഥലത്തും ഉള്ളത്. അതായത് പരാജയപ്പെട്ട എഞ്ചിനീയറിംഗ് നായകൻ, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കളിയാക്കലുകൾ, ഇത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഏലിയന് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ട് എന്ന ലെവലിൽ കഥ മാറുന്നതുകൊണ്ട് സെക്കൻഡ് ഹാഫിന് ഒരു ജീവനൊക്കെ ഉണ്ടെങ്കിലും അവിടെയും അനാവശ്യമായിട്ട് പാട്ടും മറ്റും സിനിമ കുത്തിക്കയറ്റുന്നുണ്ട്. തിയേറ്റർ മൊമെന്റുകൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്ന ഡെസ്പറേഷനാണ് ഒരർത്ഥത്തിൽ അങ്ങനത്തെ സീക്വൻസുകൾ തുറന്നു കാണിക്കുന്നത്. എക്സെൻട്രിക് കോമഡി എന്ന് പറയുന്ന സംഗതി സാമാന്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ജോണറാണ്. നോൺ സെൻസിക്കൽ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് കഥ പറച്ചിലൂടെ ആളുകളെ എത്തിക്കുക എന്ന് പറയുന്ന ഗംഭീര ടാസ്ക്കാണ് അത്തരത്തിലുള്ള സിനിമകൾ എടുക്കുമ്പോൾ സംവിധായകരുടെ മുന്നിൽ ഉള്ളത്. ആ ഒരു ടാസ്കിൽ വിജയിക്കാൻ സിനിമയുടെ അവസാനത്തെ ഒരു 20 മിനിറ്റിലെ ആദിത്യൻ ചന്ദ്രശേഖറിന് സാധിക്കുന്നുള്ളൂ. ബ്ലൂവും റെഡും നിറത്തിലുള്ള നിയോൺ ലൈറ്റിംഗ് പരിപാടി ഉപയോഗിച്ചുകൊണ്ട് ഒരു കോമിക് ബുക്ക് ഫീലുള്ള കോമഡി പടം എന്ന വൈബ് സിനിമാറ്റോഗ്രാഫിയിലൂടെ സിനിമയിൽ കൊണ്ടുവരാൻ വിഷ്ണു ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്.